സകല പെന്തക്കോസുകാരുടെയും തന്ത, അതായത് അപ്പൻ, ഈ കേരള പെന്തക്കോസ്റ്റൽ ലീഡേഴ്സ് കൗൺസിൽ ആണെന്നാണ് ഇവർ വാദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരാണ് ഇതിന്റെ അപ്പന്മാർ എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട്. ഇത് ഏതോന്മാരാണ് ഈ സംഘടനയുടെ നേതാക്കന്മാർ? ഈ സംഘടനയ്ക്ക് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഇതൊരു കടലാസ് സംഘടനയാണോ? ഇവര് ഈ പെന്തക്കോസിനെ കീഴടക്കി ഇവരാണ് ഇതിന്റെ കുത്തകാവകാശം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഈ സമീപനത്തെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ എങ്ങനെ നോക്കിക്കാണുന്നു? ഒന്ന്, ഈ സംഘടന ഞാൻ മനസ്സിലാക്കുന്നത് തട്ടിക്കൂട്ട് സംഘടനയാണ്. 125 വർഷം പിന്നിട്ട പെന്തിക്കോസിന് ഇതുവരെ ഐക്യമായിട്ട് പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാരണം ഇവരെ മുമ്പേ അദ്ദേഹം ചോദിച്ചതുപോലെ പെന്തിക്കോസിന്റെ മുഴുവൻ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവരൊരു ഭരണാധികാരിയെ പോലെ, രാജാവിനെ പോലെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ 40% വിശ്വാസികളും ശുശ്രൂഷകരും ദൈവസഭയും അടങ്ങുന്ന വിഷയത്തിന് തിരിഞ്ഞു നോക്കാത്ത ഇവരിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് റിലീസുമായിട്ട് രംഗപ്രവേശനം ചെയ്തതിൽ ഞാൻ ഒരു ദൈവവിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് തുറന്നു പറയുന്നതിനകത്ത് അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത്തരം പ്രസ്താവനകൾ വരുമ്പോൾ ഇത് തുറന്നു പറഞ്ഞു തന്നെ ഇവരുടെ പിന്നാമ്പുറ ലക്ഷ്യം എന്തെന്ന് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇവരെ ചിന്തിക്കുന്നത്, ഇവരുടെ ഈ പറയുന്ന ലീഡേഴ്സിനെ ഓരോരുത്തരെയും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണ്. ഇവരൊക്കെ മര്യാദക്കാരാണ്, നല്ല അഭിഷക്തന്മാരാണ്. പക്ഷെ ചില വ്യക്തികൾ ഇവരെ കൂടെ, ഇതിനകത്ത് എനിക്ക് വന്ന പാസ്റ്റർ KC ജോണ്, അദ്ദേഹത്തെ ഞങ്ങളെ ആദരിച്ചതാണ്. അദ്ദേഹവും ഒരുപക്ഷെ ഇത് അറിഞ്ഞു കാണത്തില്ല. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എതിർത്തേനെ. ഇതിനകത്ത് ചില തൽപര കക്ഷികളുണ്ട്. ഈ തൽപര കക്ഷികളെ വ്യക്തമായി എനിക്കറിയാം. കോൺഗ്രസുമായിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട്, BJPയുമായിട്ട് സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയാൽ പകൽ സൂര്യൻ ഉദിക്കുമ്പോൾ അത് നട്ടലോടുകൂടി തന്നെ പ്രസ്താവന ഇറക്കുന്നവരാ. ഇവരാരും പകൽ സമയത്ത് പ്രസ്താവന ഇറക്കത്തില്ല. ഇവർ പ്രസ്താവനകളെല്ലാം രാത്രിയിലാണ്. കാരണം ഇവർക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ആർജവുമില്ല. ഈ 125 വർഷം ഈ പിന്നിടുമ്പോൾ ഈ മുഖ്യധാര പെന്തിക്കോസ് സഭകള് കേരളത്തിൽ 3, 4, 5 ഉണ്ടല്ലോ. ഇവർക്ക് എന്തുകൊണ്ട് ഒരു പേര് മാറ്റി ഒരു പേരിന്റെ ആ ബോർഡിന്റെ കീഴിൽ ഇവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റത്തില്ല? അതിന്റെ അർത്ഥം എന്നാ? ഇവർക്ക് അധികാരം, ഇവർക്ക് സാമ്പത്തികം, ഇതല്ലേ മെയിൻ വിഷയങ്ങള്. ഇതിനകത്ത് പലരും, ഇനി ഞാൻ തുറന്നു പറയുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എനിക്കിത് പറഞ്ഞാൽ പറ്റൂ. കാരണം ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ലീഡർഷിപ്പ് നിൽക്കുമ്പോൾ എന്റെ പ്രസ്ഥാനത്തെ ചെറുതായി കാണിക്കുമ്പോൾ പല കാര്യങ്ങളും ഇനി എനിക്ക് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടി വരും. ഇവരെ ഒരു സമയത്ത് ഞങ്ങളൊക്കെ മറ്റൊരു വിശ്വാസത്തിലായിരുന്നപ്പോൾ അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സാധുക്കളെ വെച്ച് ഫോട്ടോ എടുത്ത് അവരെ അന്ധന്മാരായെന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് സാമ്പത്തികം വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള പല